ഈ കമ്പൂച്ച എന്ന് പറഞ്ഞൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനത് വീട്ടിലുണ്ടാക്കും. അതിന് ഞാൻ കുര്യൻസ് കമ്പൂച്ച എന്ന് പേര് വിട്ടിട്ടുണ്ട്. ഞാൻ 2 തരത്തിൽ കമ്പൂച്ച ഉണ്ടാക്കും. ആദ്യത്തേത് ബ്ലാക്ക് ടീ, ലീഫ് ടീ, അത് തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു കൾച്ചറുണ്ട്, സ്കോബി എന്ന് പറയും. സ്കോബി എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് കൾച്ചർ ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. അതാണ് ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് ഇട്ടിട്ട് ഒരു 11 ദിവസം ഇങ്ങനെ ക്ലോത്ത് വെച്ച് അടച്ചു വെച്ച്. രണ്ടാമത്തേത് ഈ ആദ്യം ഉണ്ടാക്കിയ കമ്പൂച്ച തന്നെ എടുത്തിട്ട് ഈ കുറച്ച് മധുരവും അതിൻ്റെ ഫ്ലേവറും ഒക്കെ വേണ്ടവർക്ക് ഞാൻ ഫ്രഷ് ഫ്രൂട്ട് ഇട്ടിട്ട് കമ്പൂച്ച ഉണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലോ കുറേ ടീക്കകത്ത് ഷുഗർ ഇടുമെന്ന്. അതിനെപ്പറ്റി പറയുകയായിട്ട് കാര്യമില്ല. കാരണം ആ ഷുഗർ നമുക്ക് ഉള്ളതല്ല, അത് ആ കൾച്ചറിന്, സ്കോബിക്ക് വേണ്ടിയിട്ടാണ്. അത് കമ്പൂച്ചയുടെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ 100 കണക്കിനുണ്ട്. ക്യാൻസർ ക്യൂർ വരെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനു മുമ്പ് ഒരു രസകരമായ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു പ്രായമായ റിലേറ്റീവ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കൂടെയുള്ളവരെല്ലാം പോയല്ലോ, ഞാൻ മാത്രം ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കൊച്ചുമോള് പറയാണ്, അതേ റഷ്യൻ ടീ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. റഷ്യൻ ടീ പഴയ കമ്പൂച്ചയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കുമായിരുന്നു. കമ്പൂച്ച കൊടുത്ത ഒരു ഫ്രണ്ട് പറഞ്ഞു, അയാൾക്ക് നെഞ്ചരിച്ചിലിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആസിഡ് റിഫ്ലക്സ്. ഈ കമ്പൂച്ച കുടിച്ചപ്പോൾ അത് മാറി. പിന്നെ രണ്ടാമത്തത് വേറൊരു ഫ്രണ്ട് എൻ്റെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞു, അവരുടെ ഡോക്ടർ പറഞ്ഞു ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം, IBS, അതിന് കമ്പൂച്ച കുടിക്കണമെന്ന്. 2 ബെനിഫിറ്റ്. മൂന്നാമത്തെ ബെനിഫിറ്റാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. കമ്പൂച്ച കുടിച്ചാൽ പിന്നെ കള്ള് വേണ്ടെന്ന് വെച്ചു. അതായത് ആൽക്കഹോൾ വിഡ്രോവലിന് കമ്പൂച്ച നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് കമ്പൂച്ച ഉണ്ടാക്കണമെങ്കിൽ വനിത മാഗസിൻ എൻ്റെ കമ്പൂച്ച ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തരാം. അത് നോക്കിയിട്ട് കമ്പൂച്ച ഉണ്ടാക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു.